അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പഠന റിപ്പോർട്ടിലും വിവാദം. ഉമ്മൻചാണ്ടി ഭരണകാലത്തെ പഠന റിപ്പോർട്ട് എന്ന ആരോഗ്യമന്ത്രി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 2018 സമൂഹ മാധ്യമങ്ങളിൽ മറുപടി. റിപ്പോർട്ട് പങ്കുവച്ചതിന് പിന്നാലെ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നു. MG പ്രതീക്ഷ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നേരത്തെ തന്നെ മുൻ സർക്കാരുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഈ ഒരു പോസ്റ്റ് വന്നത്. ഈ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് മുമ്പ് കൃത്യമായി ഇതിലൊരു പരിശോധന നടന്നില്ല എന്ന് ഉൾപ്പെടെ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. എന്താണ് ഈ കണക്കുകളിലെ പൊരുത്തക്കേട്? അതിൽ പുതിയൊരു വിവാദം ഉയരുന്നത് പ്രതീഷ്? ഗോകുൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. 17 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഈ കാലയളവിലൊക്കെ മരിച്ചത്. ഒപ്പം കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും അത് പിന്നീട് ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൂടി ഈ വിഷയം മാറി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു പഠന റിപ്പോർട്ട് പങ്കുവച്ചുകൊണ്ടൊരു കുറിപ്പ് എഴുതിയത്. അതിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു മന്ത്രിയുടെ കുറിപ്പ്. ഈ അമീബയുണ്ടാക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2013 ഈ മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരെ നിയോഗിച്ചിരുന്നു. ഈ ഡോക്ടർമാരുടെ പഠന റിപ്പോർട്ടിൽ അന്നത്തെ സർക്കാർ യാതൊരു തുടർ നടപടിയും എടുത്തില്ല എന്നതായിരുന്നു മന്ത്രിയുടെ വിമർശനം. പക്ഷേ മന്ത്രി ഈ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ തന്നെ ആ പോസ്റ്റിലെ കള്ളക്കളി സോഷ്യൽ മീഡിയ തന്നെ പൊളിച്ചെടുക്കുകയായിരുന്നു. ഈ മന്ത്രിയുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റിൽ 2018 ഈ റിപ്പോർട്ടാണ് എന്നതാണ് സോഷ്യൽ മീഡിയ തന്നെ ഇക്കാര്യം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 2013 ആരോഗ്യമന്ത്രിയുടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനവുമായി ബന്ധപ്പെട്ട് മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് അതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അതിലെ വസ്തുതാവിരുദ്ധമാണ് പല കാര്യങ്ങളും എന്ന വിമർശനം ഉയർന്നു. അതിൽ പുതിയ പോസ്റ്റുകളും വിവാദങ്ങളും അങ്ങനെ തുടരുകയുമാണ്. MG പ്രതീക്ഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.